അതെ, വീട്ടിൽ ഇതുപോലെ ഉപ്പുണ്ടോ എന്നാൽ ഒന്നും നോക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറുമൂസ മരം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവൂലേ. എന്നാൽ ഒന്ന് കുത്തിയെടുക്കാൻ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. എന്നാൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് കായ്ക്കാൻ വേണ്ടിയിട്ടും പൂക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ തക്കാളി കായ്ച്ച് നിൽക്കുന്നതുണ്ടോ, കൊല്ല കുത്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ മുറ്റത്തെ പൂച്ചെടികളാണെങ്കിലും നിറഞ്ഞുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ പച്ചച്ചാണകം ഇതുപോലെ പുളിപ്പിച്ചെടുക്കുക. ഇനി അതല്ല, നമ്മൾ എന്നും കളയുന്ന നമ്മുടെ കഞ്ഞിവെള്ളം മതി കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് മുട്ടത്തോടൊക്കെ ഇട്ട് വെച്ചതാണ്. നന്നായിട്ട് ചെടികൾക്ക് വേണ്ട കാൽസ്യം മുട്ടത്തോടിലുണ്ട്. അതുപോലെ തന്നെ ഉള്ളിത്തൊലി ആണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പൊട്ടാഷ്യം നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ട് ആണ് കേട്ടോ. വളക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്തു പുളിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് നമ്മുടെ കപ്പളങ്ങേൻ്റെ ചുവട്ടിലുണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലത്തെ വീഡിയോ കാണാൻ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.